Hi friends, welcome to Learn Programming in Malayalam. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ലിനക്സിൽ, അതായത് ഉബുണ്ടു ലിനക്സിൽ നമുക്ക് എങ്ങനെയാണ് ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാം, കമാൻഡ് ലൈൻ വഴി എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, അല്ലാതെ ഏതൊക്കെ രീതിയിലായിരിക്കും നമുക്ക് മറ്റു ഓപ്ഷൻസ് ഉള്ളത് എന്നുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഈ ഒരു ഐക്കൺ നമുക്ക് വന്ന് കിടക്കുന്നുണ്ട്, ഉബുണ്ടു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ആൻഡ്രോയിഡ് മൊബൈലിലൊക്കെ ഉള്ള ഒരു പ്ലേ സ്റ്റോർ പോലത്തെ ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൽ കുറേ ആപ്ലിക്കേഷൻസ് ഇൻബിൽട്ടായിട്ട് ഉള്ള ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ്ലി അത് പല കാര്യങ്ങളും ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. പക്ഷേ ആസ് എ ഡെവലപ്പർ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ ഈ ഒരു സ്റ്റോറിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഇൻബിൽട്ടായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും പല കോഡിറ്റേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നുള്ള ഒരു ഇൻസ്റ്റലേഷൻ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് മനസ്സിലാക്കാനായിട്ട് ഒന്നുമില്ല. ഡയറക്റ്റ് ഇവിടെ ഇൻസ്റ്റാൾ കൊടുത്താൽ അത് ഇൻസ്റ്റാൾ ആവുന്നതാണ്. പിന്നെ അതിൽ പാസ്വേഡും കാര്യങ്ങളും ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒന്ന് സബ്മിറ്റ് ചെയ്യേണ്ട കാര്യമേ അതിനുള്ളൂ. പക്ഷേ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ കമാൻഡ് ലൈൻ ത്രൂ എങ്ങനെയാണ് അല്ലെങ്കിൽ മറ്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത് എന്നുള്ളതാണ്. കാരണം നിങ്ങളൊരു ആപ്ലിക്കേഷൻ സെർവറിൽ ഹോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു സെർവർ എഡിഷൻ OSന് ഒരിക്കലും ഒരു ഇൻ്റർഫേസ് ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ആകെ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു കമാൻഡ് ലൈൻ മാത്രമാണ്. അപ്പോൾ ആ കമാൻഡ് ലൈൻ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നുള്ള ഒരു കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ ബ്രൗസർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ജസ്റ്റ് ഒരു VS കോഡ്, നമ്മുടെ കോഡ് എഡിറ്റർ VS കോഡ് ഉബുണ്ടുവിന് വേണ്ടി ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ ഇത് ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ VS കോഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് അത് നാവിഗേറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു നറുക്ക് കാണിച്ചിരിക്കുന്നതാണ് ലിനക്സിൻ്റെ വേർഷൻസ്. അപ്പോൾ ഇതിൽ 2 വേർഷൻസ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഒന്ന് ഡെബ് എന്ന് പറയുന്നതും മറ്റേത് RPM എന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ ഡെബ് എന്ന് പറയുന്നത് ഡെബിയൻ ബേസ്ഡ് ലിനക്സ് OS ഒക്കെയാണ്. അപ്പോൾ അത് ഒറിജിനലി ഡെബിയൻ ബേസ്ഡ് ആണ്. അപ്പോൾ ഉബുണ്ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ഡെബിയനിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതാണ് അതിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .deb ആയിരിക്കുന്നത്. ഈ RPM എന്ന് പറയുന്നത് റെഡ് ഹാറ്റ് പാക്കേജ് മാനേജർ, അതായത് റെഡ് ഹാറ്റ് ബേസ്ഡ് OSകൾ ബേസ് ചെയ്തിട്ടുള്ള ലിനക്സിന് വേണ്ടിയിട്ടുള്ള ഡൗൺലോഡ് ഫയലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മളിവിടെ ഡെബിൻ ബേസിൻ്റെ 64 ബിറ്റാണ് ഇവിടെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് ഡൗൺലോഡ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഫയൽ നമ്മൾ വിൻഡോസിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഫയൽ എന്ന് പറയുന്നത് ഒരു EXE ഫയലായിരിക്കും നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു ഇക്വലൻ്റ് ആയിട്ടുള്ളൊരു ഫയലാണ് .deb എന്ന് പറയുന്നത് ലിനക്സിൽ. ഈ ഒരു ഫയൽ ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ ലോക്കൽ മെഷീനിലേക്ക് ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഡൗൺലോഡിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കത് ബേസിക്കലി 2 രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഒന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ വെറുതെ അതൊരു ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയർ സെൻറ്ററിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു യൂസർ ഇൻ്റർഫേസിൽ നിന്ന് അത് ഇൻസ്റ്റാൾ ആവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ട്രൈ ചെയ്യാൻ പോകുന്നത് അതായിരിക്കില്ല. നമ്മൾ കമാൻഡ് ലൈൻ, ഈ ഒരു ഫയൽ കമാൻഡ് ലൈൻ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയായിരിക്കും ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് ഈ ഫയൽ ഡൗൺലോഡിങ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ഫയൽ ഇപ്പോൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഡൗൺലോഡ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫയലിനെ ഇവിടെ ഈ ഒരു ടെർമിനലിൽ നമ്മളിവിടെ ഡൗൺലോഡ്സ് ഡയറക്ടറിയിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ടെർമിനലിൽ നമ്മൾ ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ഡയറക്ടറിയിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിവിടെ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫയൽ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലിനക്സിൽ എന്ത് കാര്യം ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമുക്കൊരു സൂപ്പർ യൂസർ പ്രിവിലേജ് ആവശ്യമാണ്. അപ്പോൾ അതിന് നമുക്ക് യൂസ് ചെയ്യാവുന്ന കമാൻഡ് എന്ന് പറയുന്നത് സൂഡോ എന്നാണ്. അപ്പോൾ സൂഡോ എന്ന് പറയുന്ന ഒരു കമാൻഡ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മീനിങ് എന്ന് വെച്ചാൽ സൂപ്പർ യൂസർ പ്രിവിലേജോടെ ഒരു കാര്യത്തിനെ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കമാൻഡ് കൊടുത്താൽ പിന്നെയാണ് നമ്മൾ ആക്ച്വലി ടൈപ്പ് ചെയ്യേണ്ട കമാൻഡ് നമുക്ക് യൂസ് ചെയ്യാവുന്നത്. അപ്പോൾ ഈ ഡെബിയൻ ഫയൽസ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഇൻബിൽട്ടായിട്ട് ഉബുണ്ടുവിലൊക്കെ ഉള്ള ഒരു കമാൻഡാണ് dpkg എന്ന് പറയുന്നത്. ഇത് ഡെബിൻ പാക്കേജസ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കമാൻഡാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ കൊടുക്കേണ്ട ഫ്ലാഗ് എന്ന് പറയുന്നത് -i ആണ്. അപ്പോൾ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫയലിൻ്റെ പേര് അടുത്ത ലാസ്റ്റ് പാരാമീറ്ററായിട്ട് ഇതിലേക്ക് പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് എൻ്റർ അടിക്കാവുന്നതാണ്.
അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം ഇൻസ്റ്റലേഷൻ അവിടെ ട്രൈ ഔട്ട് ചെയ്യുന്നതാണ്. ഇത് ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്ന സമയത്ത് ഈ ഒരു ഡെബിയൻ ഫയൽ നമുക്ക് സക്സസ്ഫുള്ളി ഇൻസ്റ്റാളായിട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ സൂഡോയിൽ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഒരു പാസ്വേഡ് വൺ ടൈമിൽ ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ആ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം പ്രോപ്പറായിട്ട് ഈ ഒരു സ്റ്റെപ്സ് കംപ്ലീറ്റ് ആയിട്ട് വരുന്നതാണ്. കാരണം നമ്മൾ ഈ സൂഡോ എന്ന് പറയുന്നത് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഒരു സൂപ്പർ യൂസർ പ്രിവിലേജ് അവിടെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്, കമാൻഡ്സൊക്കെ സൂപ്പർ യൂസർ പ്രിവിലേജോടെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ടാണ് ഈ ഒരു സൂഡോ കമാൻഡ് യൂസ് ചെയ്യുന്നത്. കാരണം നമ്മളൊരു ഇൻസ്റ്റലേഷൻ നടക്കുന്ന സമയത്ത് പല കാര്യങ്ങളും നോർമൽ ഒരു യൂസറിന് പ്രിവിലേജ് ഇല്ലാത്ത പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുന്ന കേസിലാണ് നമ്മൾ ഈ ഒരു സൂഡോ കമാൻഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ട്രൈ ചെയ്യാനായിട്ട് ഇവിടെ VS കോഡിൻ്റെ കമാൻഡ് ഇവിടെ ഒന്നില്ലെങ്കിൽ നോക്കാം, അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഈ ഒരു വിൻഡോയിൽ നമ്മുടെ VS കോഡ് വന്നിട്ടുണ്ടോ എന്ന് നമുക്കിവിടെ നോക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ VS കോഡ് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ഡെബിയൻ പാക്കേജ് യൂസ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത രീതിയാണ്. അപ്പോൾ അത് നിങ്ങൾ വിൻഡോസിലെ കാര്യങ്ങളായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വിൻഡോസിലെ ഈ ഒരു exe ഫയൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആ ഒരു രീതിയൊക്കെ തന്നെയാണ് ഇതിലും. പക്ഷേ ഇത് നമ്മൾ ആ ഒരു ഫയൽ കമാൻഡ് ലൈൻ വഴിയാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്, അതുമാത്രമാണ് വ്യത്യാസം. അപ്പോൾ ഇത് കൂടാതെ മറ്റൊരു രീതിയും കൂടിയുണ്ട്. അപ്പോൾ അത് നമ്മൾ അടുത്തൊരു വീഡിയോയിലായിരിക്കും അത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.